ഈ 2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടി ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു പരിധിവരെ സംഘടനയെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എങ്കിൽ കൂടി ഈ പ്രതിസന്ധികളെ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല. അതിലേക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് വ്യാപാര സമൂഹം ഈ അടുത്ത കാലങ്ങളിൽ വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ കോവിഡിന് മുമ്പ് നമ്മൾ പറയുമായിരുന്നു GST അല്ലെങ്കിൽ നോട്ട് നിരോധനം അല്ലെങ്കിൽ പ്രളയം ഒക്കെ നമ്മുടെ വ്യാപാര മേഖലയെ തകർത്ത് കളഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. എന്നാൽ അത് പുലി വരുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശരിയായ പുലി വന്നത് കോവിഡിന് ശേഷമാണെന്ന് നമ്മളിവിടെ ഇരിക്കുന്ന ശരിയായ കച്ചവടക്കാർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഓരോ വ്യാപാരികളും ഓരോ ദിവസവും എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ആളുകളാണ്. കാരണം നമ്മളൊരു ലോൺ അടയ്ക്കുവാനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാധ്യതകൾ നിറവേറ്റുവാനും അല്ലെങ്കിൽ നമ്മൾ കുറി അടയ്ക്കുവാനും അല്ലെങ്കിൽ ഡീലർക്ക് നമുക്ക് ക്യാഷ് കൊടുക്കുവാനും ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ അനുദിനം നമ്മൾ പുറകോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ 100 ആയിരക്കണക്കിന് കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങൾ കടന്നുപോയത്. തീർച്ചയായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ 2 വർഷക്കാലം നമ്മൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നമ്മൾ പോകാൻ ശ്രമിച്ചിട്ടെങ്കിലും ഈ വ്യാപാര പ്രതിസന്ധി, വ്യാപാരികളുടെ മേലുള്ള ഈ പ്രതിസന്ധി വ്യാപാര സംഘടനകളെയും ശക്തമായി ബാധിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് വ്യാപാര സംഘടനകൾ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചോളം നമ്മൾ ശരിയായ കച്ചവടക്കാരാണ് നമ്മുടെ സംഘടനാ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ബൈലോ തന്നെ ഏതാണ്? കച്ചവടക്കാരുടെ സംഘടനയാണ് നമ്മൾ. അല്ലാതെ മറ്റു പല സംഘടനകളും കച്ചവട അല്ലെങ്കിൽ സംഘടനയെ ബിസിനസ്സായിട്ട് കാണുന്ന പോലെയല്ല. നമ്മൾ തീർച്ചയായിട്ടും കച്ചവടക്കാർ തന്നെ, കച്ചവടക്കാരുടെ പ്രതിസന്ധികളെ മനസ്സിലാക്കുന്ന കച്ചവടക്കാർ തന്നെ ഇതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടേത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, നമ്മുടെ ഓരോ യൂണിറ്റുകളുടെ നേതാക്കന്മാർ, സ്ഥാപനങ്ങളുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ, കടകളിൽ നിന്ന് മാറിപ്പോലും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു പരിധിവരെ സംഘടനയെ നമുക്ക് കൂടുതൽ ഉണർത്തുവാനോ പ്രവർത്തിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എല്ലാ വ്യാപാര സംഘടനകളും ഇതേ ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ആർത്തൻ പദ്ധതി പോലുള്ള പദ്ധതികൾ നമ്മൾ ശരിക്കും ആർത്തൻ പദ്ധതിയിൽ നിന്ന് നമ്മൾ ശരിക്കും തടിയൂരി എങ്കിലും തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ചുള്ള സംഘടനയുടെ കെട്ടുറപ്പിന് തന്നെ അത് ഗുണകരമായി അത് ഒഴിവാക്കിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചനയുടെ ഭാഗമായി നമ്മളതിൽ നിന്ന് പിന്തിരിഞ്ഞത് ശരിക്കും സംഘടനയുടെ കെട്ടുറപ്പ് നിലനിർത്തുവാൻ സാധിച്ചു എന്നുള്ളതും ഈ ആർത്തൻ പോലുള്ള പദ്ധതികൾ നടത്തുന്ന സംഘടനകൾ ഇന്ന് വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഈ കാലഘട്ടങ്ങളിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ വ്യാപാര സമൂഹത്തെ ബാധിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇതിനെ അതിജീവിക്കുവാനായുള്ള ചില സത്വര നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയുണ്ടായി. നമ്മുടെ മരണാന്തര വ്യാപാരികൾക്ക് വേണ്ടി കൊടുത്ത 50,000 രൂപയുള്ള മരണാന്തര ഫണ്ട്, ജില്ലയുടെയും യൂണിറ്റിന്റെയും സഹകരണത്തോട് ചെയ്ത മരണാന്തര ഫണ്ട്, അതുപോലുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യാപാര സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനയ്ക്ക് നമ്മൾ ചെയ്യാവുന്ന വലിയ കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ ചെയ്യുകയുണ്ടായി. സാമ്പത്തിക രംഗത്ത് നമ്മൾ സാമ്പത്തികമായ പ്രതിസന്ധി അതിജീവിക്കുവാൻ നമ്മൾ തുടങ്ങി വെച്ച 2000 രൂപയുടെ ജില്ലയുടെ പരസ്പര സഹായ നിധി, തീർച്ചയായിട്ടും അതിനൊരു എല്ലാ യൂണിറ്റുകളുടെയും നല്ലൊരു സഹകരണം ഉണ്ടായില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ഫണ്ട് റേസിംഗിലേക്ക് നമുക്ക് എത്തുവാൻ സാധിച്ചില്ല. എന്നാൽ കാക്കങ്ങാട് പോലുള്ള ചില യൂണിറ്റുകൾ അതിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഒരു തുടക്കം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിൽ 2 വർഷക്കാലം നല്ലൊരു പ്രവർത്തനം നടത്താൻ സാധിച്ചില്ല എന്നുള്ള
ഒരു ദുഃഖഭാരത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് വിഘാതമായി ഉണ്ടായ കാര്യങ്ങളിൽ ഒന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടാണ് നമ്മൾ സംസ്ഥാനത്ത് 2021 ഒക്ടോബർ 17 യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ന നാമധേയത്തിൽ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഒരു സംഘടനയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ 1-2 വർഷങ്ങൾ ഒരു കാലഘട്ടമല്ല. എങ്കിലും തുടക്ക കാലഘട്ടം ആ സംഘടനയെ സംബന്ധിച്ച് പ്രവർത്തന നിരതമാകുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തവരും അതുപോലെ തന്നെ ജില്ലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ആയ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരുപോലെ വളരെ സജീവമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ സമ്മേളനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ എല്ലാ പത്രസമ്മേളനങ്ങളിലും മാധ്യമപ്രവർത്തകർ ചില ചോദ്യശകലങ്ങളുമായി നമ്മളെ മുമ്പിലെത്താറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാധ്യമ സുഹൃത്ത് വളരെ പ്രസക്തമായ 2-3 ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിലൊന്ന് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കോറിയിടേണ്ട ഒരു സംഭവമാണ്. കാരണം നമ്മൾ ആ കാര്യങ്ങൾ നിരന്തരമായി വിശകലനം ചെയ്യണം. ഈ സംഘടനയുടെ അസ്തിത്വത്തിന് തന്നെ കാരണമായിട്ടുള്ള ചില സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലൂടെ വന്നത്. ഇവിടെ ഒന്നിലേറെ സംഘടനകൾ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്? അതിന് മറ്റ് സംഘടനയുമായി വ്യത്യസ്തമായി നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും കർമ്മ പരിപാടികളുണ്ടോ? ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന സത്ത ഈ സംഘടന എന്തിനാണ് മറ്റ് സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു തൊഴിലധിഷ്ഠിത സംഘടനയാണ്, വീണ്ടും ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് വ്യാപാരി സംഘടനയുടെ ഇടയിൽ ആ ഒരു സംഘടനയിൽ ശക്തിക്ഷയം ഉണ്ടാക്കുന്ന വിധത്തിൽ എന്തിനാണ് പുതുതായിട്ട് തുടങ്ങിയത് എന്നതാണ്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് തുടങ്ങാനുള്ള സാഹചര്യം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളിലും മനനം ചെയ്യണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ വർഷങ്ങളായി മറ്റ് സംഘടനകളിൽ പ്രവർത്തിച്ചവരുടെ ഒരു നിര തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് അവിടെ നിന്ന് പ്രത്യേകമായി വന്ന ആളുകളല്ല ഈ സംഘടന ഉണ്ടാക്കിയത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മറ്റ് സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ ആ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചവരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സംഘടനയാണ്. നമ്മൾ നേതാക്കന്മാർ തന്നെയാണ്, അങ്ങനെയുള്ളവരാണ് ഈ സംഘടനയെ പടുത്തുയർത്തുന്നത്. അപ്പോൾ അത് വ്യക്തമായി നമുക്ക് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്തിനു വേണ്ടി നമ്മൾ അതിനെ ഒരു പുതിയ സംഘടന രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ക്ഷിപ്രസാധ്യമല്ല, വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു തൊഴിലധിഷ്ഠിതമായി വ്യാപാരികളുടേതായിട്ടുള്ള ഒരു സംഘടന കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം പിടിച്ച ഒരു പണിയാണ്. ആ പണിയിലേക്ക് നിങ്ങൾ എന്തിനാണ് കടന്നുപോയത് എന്നുള്ള ചോദ്യം അർത്ഥവത്താണ്. അപ്പോൾ അതിനെ നമ്മളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? ഒന്നാമായി നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ പ്രവർത്തിക്കുന്ന വ്യാപാരി സംഘടനകളുടെ ദിശാബോധമില്ലായ്മ. എന്തിനു വേണ്ടിയാണ് ഒരു വ്യാപാരി സംഘടന രൂപം കൊള്ളുന്നത്? ആ രൂപം കൊണ്ട് സംഘടനയുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് സംഘടന വഴിമാറിപ്പോയപ്പോൾ സാധാരണ വ്യാപാരികൾക്ക് യാതൊരു പ്രയോജനം ചെയ്യാത്ത വിധത്തിൽ അത് മുന്നോട്ട് പോയപ്പോൾ അത്തരത്തിലുള്ള സംഘടനയുടെ ആവശ്യമില്ല എന്ന് സാധാരണക്കാർക്ക് മാത്രം ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യമായപ്പോൾ, നേതൃനിരയിലുള്ള ഒരു നല്ല വിഭാഗത്തിനും ആ ബോധ്യമുണ്ടായപ്പോൾ, പ്രവർത്തകരുടെ ഇടയിൽ അതിനെ സംബന്ധിച്ച് വിചിന്തനമുണ്ടായപ്പോൾ ആ ഒരു ചിന്തകളാണ് നമ്മളെ പുതിയൊരു സംഘടനയിലേക്ക് വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചത്. ആ പ്രവർത്തനം നടത്തുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കാത്ത സാഹചര്യം എന്താണ്? നമ്മൾ അതിനെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടോ? കാരണങ്ങൾ പലതും ഉണ്ടാകാം. ഇന്ന് യോഗം വെച്ചതിൻ്റെ പല കാരണങ്ങൾ, അല്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഉള്ള കാരണങ്ങൾ പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്.
അത് ഏത് ദിവസം വെച്ചാലും, ഏത് മുഹൂർത്തം നിശ്ചയിച്ച്, ഏത് രാശി വെച്ച ദിവസം നിശ്ചയിച്ചാലും അതൊക്കെ സ്വാഭാവികമായി എല്ലാ ദിവസങ്ങളിലും അതിൻ്റെതായ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തെ ഒരുപാട് പ്രതിസന്ധികളുടെ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അപ്പോൾ അതിന് ഒരു കാരണമായി എടുത്തു പറയുന്നതിൽ കാരണമുണ്ടോ? അപ്പോൾ അതിനെ നമ്മൾ ആത്മപരിശോധന ചെയ്യുമ്പോൾ ഞാൻ നന്നായി ആലോചിക്കണം, നന്നായി ആത്മപരിശോധനയും. ഈ കാലഘട്ടത്തിൽ 2 വർഷക്കാലം എനിക്ക് വ്യത്യസ്തമായ മേഖലകളിൽ ഉത്തരവാദിത്വം തന്നിരുന്നു. യൂണിറ്റിൻ്റെ നേതൃത്വം തന്നിരുന്നു, ജില്ലയുടെ നേതൃത്വം തന്നിരുന്നു, സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പങ്കാളിത്തം തന്നിരുന്നു. ആ നേതൃത്വങ്ങളിലൊക്കെ ഞാൻ സംതൃപ്തികരമായുള്ള പ്രവർത്തനമാണ് എനിക്ക് കാഴ്ചവെക്കുന്നത്. കാരണങ്ങൾ എനിക്ക് നിരത്താനുണ്ട്. ആ കാരണങ്ങൾ ഒരു പരിഹാര മാർഗമല്ല. കാരണം നമ്മൾ അറിയുന്നതിൽ കാര്യം. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ കർത്തവ്യ നിർവഹണത്തിൽ നമ്മൾ പിന്നോക്കം പോയിരിക്കുന്നുള്ള തിരിച്ചറിവ് എനിക്ക് മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നേതാക്കന്മാർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി വേണം അടുത്ത 2 വർഷങ്ങൾ, 24-26 വർഷത്തെ നമ്മൾ നോക്കിക്കാണും. അപ്പോൾ അതാണ് പറയാനുള്ളത്. ചില ദിവസങ്ങളിൽ കുറച്ച് കച്ചവടം ചെയ്താൽ ആ കച്ചവടം എന്ന് കരുതിക്കൊണ്ട് കച്ചവടം എന്ന് പറയുന്നത് അത് തികച്ചും സുതാര്യമായി ചെയ്യേണ്ട ഒരു ധർമ്മമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം പ്രവർത്തിക്കാൻ. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടല്ല നമ്മൾ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കേണ്ടത്. മറിച്ച് നാം ചെയ്യുന്ന പ്രവർത്തികളിൽ സുതാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകണം. ഇന്നിവിടെ വന്നപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഈ ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ വെള്ള പതാക പാറിപ്പറന്ന് നിൽക്കുന്ന കാണുകയും ഒപ്പം തന്നെ ഒട്ടനവധി വാഹനങ്ങൾ ഇവിടേക്ക് വരുന്നു. ഈ സമ്മേളനം വൻ വിജയമാക്കാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരുന്നു. ഇതിലൊരു പങ്കാളിയാകുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നിവിടെ വന്നപ്പോൾ ചിലരെങ്കിലും എന്നോട് ചോദിച്ചു, ഇപ്രാവശ്യം നമ്മൾ സംസ്ഥാന ലെവലിൽ എവിടെയാണ്? കാരണം കഴിഞ്ഞ തവണത്തെ നമ്മുടെ ബോട്ടിലത്തെ പരിപാടി കുഴപ്പമുണ്ടായില്ല, വേറെ എവിടെയെങ്കിലും അങ്ങനെ ഒന്ന് ഒത്തുചേരാനുള്ള അവസരം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കണം. ഒരുമിച്ച് കുറെ സമയം ചെലവിട്ടുകൊണ്ട് കച്ചവടക്കാരുടേതായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുന്ന തരത്തിൽ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു. മറ്റന്നാളല്ല, നാളെ സ്കൂളുകൾ തുറക്കുക. സ്കൂളുകൾ തുറക്കുമ്പോൾ കച്ചവടക്കാർക്ക് എന്ത് പ്രശ്നമാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ കച്ചവടക്കാർ വിൽക്കുന്ന എല്ലാ സാധനവും സ്കൂളുകളും ഇപ്പോൾ വിൽക്കണത്. എന്തൊക്കെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ കിട്ടിയത് മതിയെന്ന് വെച്ച് മാറി നിൽക്കേണ്ടി വന്നത്. സ്കൂളുകളിൽ യൂണിഫോം കൊടുക്കുന്നു, സ്കൂളുകളിൽ നോട്ട്ബുക്കുകൾ കൊടുക്കുന്നു, പെൻസിൽ കൊടുക്കുന്നു. നമ്മൾ പിന്നെ എന്ത് കൊടുക്കാനാണ് ഇവിടെ കച്ചവടം ചെയ്യണത്?
പല ഭാഗത്തും പലതരത്തിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കുറച്ച് കച്ചവടമുണ്ട് എന്ന് കണ്ടാൽ അപ്പൊ തന്നെ എക്സിബിഷനുകളാണ് എല്ലാ ഭാഗത്തും. അതോടുകൂടി ആ കച്ചവടം മുഴുവൻ ആ ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന സാഹചര്യം. അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള തീരുമാനമെടുക്കുവാനും ഇപ്പൊ നമ്മൾ നടന്നു വരുന്നത് എല്ലാ ജില്ലകളിലും തന്നെ ജില്ലയുടെ തെരഞ്ഞെടുപ്പുകളും പൊതുയോഗങ്ങളും നടന്ന് അവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വിളിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഏത് കാര്യത്തിനും സംശയങ്ങൾ പറയാം, നിർദ്ദേശങ്ങൾ പറയാം, ചെയ്യേണ്ട പ്രവർത്തികളിൽ. ഇപ്പോൾ ഇവിടെ ശ്രീ മനോഹരനെ കുറിച്ച് പറഞ്ഞു, പയ്യന്നൂര് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ആയിരുന്നില്ല, അത് കുറച്ചുകൂടി ഇതാണ്. പക്ഷെ ആ കാര്യങ്ങളിലും ഇടപെടാവുന്ന തരത്തിൽ തന്നെ നമ്മൾ ഇടപെടുന്നുണ്ട്. പക്ഷെ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് നമ്മുടെ സംഘടനയുണ്ട് എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നവരാകണം നാം എല്ലാവരും. ആരും അത് കേൾക്കാതിരിക്കില്ല എന്നുള്ളത് കൊണ്ട് ധൈര്യമായിട്ടും ഒന്ന് പാടി നോക്കാം എന്നുള്ളൊരു ചിന്തയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കവിത പാടിയിട്ട് അതിൽ നമുക്ക് വല്ലതൊക്കെ നല്ലത് എടുക്കാനായിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതം സന്തുഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതിലത്തെ ഏതെങ്കിലും വഴികൾ സാധിക്കുമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വലിയ അപരാധത്തിലേക്കാണ് കിടക്കുന്നത്. എങ്കിലും ഞാനൊന്ന് പാടി നോക്ക്. മക്കൾക്കു വേണ്ടി ഞാൻ കാശു നേടിയവർ അതുകൊണ്ട് ഇംഗ്ലീഷു നേടി. ഇന്നവർ എൻ്റെ നേർപ്പൊക്കുന്ന കാലിനെ സ്വപ്നത്തിൽ പോലും എനിക്കു പേടി. ഊണുമുറക്കമില്ലാതെ ഞാൻ നേടിയ ഇതൊക്കെ അവർക്കു വീതിച്ചു നൽകി. മക്കൾക്കു ഞാൻ ഭാരമാകാതിരിക്കുവാൻ വീടൊന്നു മാത്രം ഞാൻ ബാക്കിയാക്കി. ഈയിടെ ഇവിടെയും യോഗങ്ങൾ ചേരുന്നു, ചർച്ചകൾ പലതും നടന്നിടുന്നു. ചർച്ചയിൽ നല്ല പരസ്പരം പറയുന്നു മക്കൾ മരുമക്കൾ വാശിയോടെ. കൊച്ചിയിലുണ്ട് വൃദ്ധസദനം, പിന്നെ കോഴിക്കോടുണ്ട് സേവാസദനം. കാര്യമെനിക്കു മനസ്സിലായി, എൻ്റെ വീടിനുമിന്നവർ നോട്ടമിട്ടു. ജീവന്റെ ജീവന എൻ്റെ മക്കൾ, എന്നെ എങ്ങോ കളയാൻ വെമ്പുന്ന മക്കൾ. തളർച്ചയോടൊന്നു ഞാൻ ചാരിക്കിടക്കവേ ചാരു കസേരയ്ക്കും മുറുമുറുപ്പ്. അറിയാതെയോർത്തു ഞാൻ പുറകിലുപേക്ഷിച്ച ജീവിത പ്രാരംഭ ജീവിതത്തെ. അവളൊത്തു കഴിയേണ്ട യൗവന നാളുകൾ മരുഭൂമിയിൽ ഞാനും നഷ്ടമാക്കി. എന്നെ സ്നേഹിച്ചവൾ, എന്നെ ത്യജിച്ചവൾ, എന്നെ മനസ്സിൽ കൊണ്ടു നടന്നു. ഞാൻ നിർത്തുക, ഇത് കുറച്ചധികം വരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇത് ആടിക്കഴിഞ്ഞ അപ്പൊ ഇതിൽ വരണത് മക്കളെ നോക്കേണ്ട അർത്ഥമില്ല, അതിനെ കളയേണ്ട ജീവിതം എന്ന് സാരം. ഇതാണ് ഇതിലത്തെ കാര്യമായിട്ടുള്ളത്. അപ്പോ മക്കളെ നോക്കുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ വ്യാപാര സ്ഥാപനം കൊണ്ടു നടക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അത്തരത്തിൽ നല്ലൊരു സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ജില്ലാ സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.
ജയ് വ്യാപാർ. ജില്ലാ പരസ്പര സഹായ നിധി നമ്മുടെ ഒരു നിരക്ക് സംഘടനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നിരക്ക് നമ്മുടേതായിരുന്നു. ആ വകയിൽ നമുക്ക് 5 ലക്ഷം ഉറപ്പിക്കാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആർദ്രം കമ്മിറ്റി മടക്കി നൽകിയത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് എന്താണെന്നുള്ളത് ഞാൻ അറിയിക്കാൻ ആവശ്യമില്ല. 35,000 ഉറപ്പിക്കാം. ജില്ലാ ട്രെയിനിങ് ക്യാമ്പ് പൈതൽമ രജിസ്ട്രേഷൻ ഫീസായി 41,000 ഉറപ്പിക ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഹാള്, ഇപ്പോൾ നമ്മുടെ ഓഫീസ്, അതുപോലെ തന്നെ ഒരു ഹാളും കൂടി നമ്മുടെ കണ്ണൂർ താണയിൽ തന്നെയുണ്ട്. ആ ഓഫീസ് വാടകയ്ക്ക് അത്യാവശ്യം ആളുകൾ എടുക്കുന്ന വകയിൽ 2,500 ഉറുപ്പിക നമുക്ക് വാടകയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ജില്ലാ ക്ഷേമനിധി വഴി വിവിധ യൂണിറ്റുകൾ വഴി നമുക്ക് 32,400 ഉറുപ്പിക നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജില്ലാ ഘടകത്തിൽ ലഭിച്ചിട്ടുണ്ട്. മൊത്തം 11,10,900 ഉറുപ്പികയാണ് നമ്മുടെ വരവ് എന്ന് പറയുന്നത്. ചിലവ് കൂടി വായിക്കാം. ഇപ്പം നമ്മൾ ഓപ്പണിംഗ് സാധാരണഗതിയിൽ എല്ലാ സംഘടനകൾക്കും നമ്മൾ നീക്കിയിരിപ്പുണ്ടാവും പൈസ. നേരെ വെച്ച് നമുക്ക് അത് ലയബിലിറ്റിയാണ്, ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ജില്ലാ ജനറൽ ബോഡിക്ക് ശേഷം നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് 1,25,817 ഉറുപ്പിക നമ്മുടെ ബാധ്യതയായിട്ടാണ് കഴിഞ്ഞ ജില്ലാ ജനറൽ ബോഡി സമാപിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന വാടക, അതുപോലെ തന്നെ മറ്റ് ചെലവുകൾ ഞാൻ വായിക്കാം. നമ്മുടെ 2 റൂമുകൾ, ഓഫീസും അതുപോലെ തന്നെ ഹാളും വാടകക്കാണ് ഉള്ളത് നിലവിൽ. ഈ 2 കൂടി ഈ കാലയളവിൽ 2022 7 മാസം മുതൽ ഇതുവരെ ഈ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള വാടകയായി 2,72,640 ഉറുപ്പിക വാടക നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടാനൊന്നുമില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം, അതുപോലെ തന്നെ വളർച്ചയും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് ഒരു മരവിപ്പ് ഈ സംസ്ഥാനത്തെ വ്യാപാര സമൂഹത്തിലുണ്ടായതിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു സംഘടനകൾക്കും ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതിന് ഒന്ന് വ്യാപാര മാന്ദ്യമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വ്യാപാര മാന്ദ്യത്തിന് കാരണക്കാർ ഒരു പരിധിവരെ നമ്മളല്ലേ. നമ്മുടെ ഓൺലൈൻ വ്യാപാരത്തിനെതിരെ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ എൻ്റെ ഓർമ്മയിൽ സമരം ചെയ്തിട്ടില്ല, നമ്മളിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഓൺലൈൻ സമരത്തെ എതിർക്കുമ്പോൾ തന്നെ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ ഓൺലൈൻ കച്ചവടക്കാർ വരുന്നുണ്ട്. ഇല്ല, ആർക്കെങ്കിലും കൈവച്ച് പറയാൻ പറ്റുമോ നമ്മൾ ഓൺലൈനിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്? 14,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ 10,000 രൂപയ്ക്ക് ഓൺലൈൻ കിട്ടുമ്പോൾ നമ്മൾ പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ വീട്ടിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്, എൻ്റെ ഫോൺ ഓൺലൈനിലൂടെ വാങ്ങിയതാണ്. തുറന്നു പറയുന്നതിന് യാതൊരു പ്രയാസമില്ല എനിക്ക്. അപ്പോൾ അത് നമ്മൾ ഇന്ന് നമ്മുടെ ലാഭം എന്താണ്? ഇന്നത്തെ ലാഭം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നാളത്തെ നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാരണം. അത് വ്യാപാരത്തിലുണ്ടായ മാന്ദ്യം സംഘടനാ പ്രവർത്തനത്തിൽ മാന്ദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആർദ്രം പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. ആ പരാജയപ്പെട്ട പോയ പദ്ധതിയുടെ ചെയർമാനായിരുന്നു ഞാൻ. അപ്പോൾ അതിലൊരു ചെറിയ കുറ്റബോധം എനിക്കുണ്ട്. പക്ഷേ ആ കുറ്റബോധത്തിലപ്പുറം മനസ്സമാധാനത്തോടെ രാത്രി കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം കഴിഞ്ഞ മാസം നമ്മുടെ എതിർ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ആളെ കണ്ട് സംസാരിക്കാൻ പ്രശ്നം വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് 22 പേർക്ക് കൊടുക്കാനുണ്ടെന്നാണ്. 22 പേർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാൻ 2,20,00,000 രൂപ ആണ്. ഇന്ന്
അയാൾ പറഞ്ഞതാണ്, സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇനി നമ്മൾക്ക് തുടങ്ങണ്ടെന്ന് എത്തിയിട്ട് പറഞ്ഞാണെന്ന് അറിയില്ല. 28 പേര് കൊടുക്കാനുണ്ട്, അവരുടെ വിഹിതം കൊടുക്കാനുണ്ട്. ഒരാൾ 100 രൂപ പ്രകാരം 28 ആളുകൾ മരിച്ച വിഹിതം 2800. എത്ര കച്ചവടക്കാരന് ഇത് കൊടുക്കാൻ കഴിയും? ഇപ്പോൾ അവർ കൊടുക്കുന്നത് പണം നമ്മൾ പിരിച്ചതുപോലെ 2500 അല്ല അവർ പിരിച്ചത്. അവർ 2000 പിരിച്ചു. പിന്നെ ആജീവനാന്ത മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് ഓരോ ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു 10-20 കോടി രൂപ അവരുടെ കയ്യിലുണ്ട്. മനസ്സിലായി? 25,000 ആളെ ചേർത്തു എന്നാണ് പറയുന്നത്. ഈ 20 കോടി എടുത്തിട്ടാണ് ഈ കൊടുക്കുന്നത്, ഇപ്പം മരിച്ചവർക്ക് കൊടുക്കുന്നത്. ഇന്ന് എൻ്റെ യൂണിറ്റിൽ അവരുടെ യൂണിറ്റ് സമ്മേളനം നടത്തുകയാണ്. അവിടെ 3 മാസം മുമ്പ് ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചെന്ന് അയാളുടെ കുടുംബത്തിന് നിന്ന് 10 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നതെന്ന് അറിയാം, 22 പേര് മരിച്ചിട്ട് കൊടുക്കാത്ത, പലർക്കും കൊടുക്കാൻ ബാക്കിയുള്ള ഈ പദ്ധതിയിൽ നിന്ന് 3 മാസത്തിൻ്റെ ഉള്ളിൽ മരിച്ച പാപ്പരിശ്ശേരി യൂണിറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. എന്താ കാരണം എന്ന് അറിയാം? അതിൻ്റെ കാരണം അവർ ആ യൂണിറ്റിൽ വളരെ ശോഷിച്ചിട്ടേ ഉള്ളൂ, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ ഇതിന് സംഘടനാ പ്രവർത്തനം കൂടി, സംഘടന വളർത്തിയെടുക്കലും കൂടി ലക്ഷ്യമാണ്. കാരണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് 10 ലക്ഷം എന്ന പ്രചരണത്തിന് വേണ്ടിയാണ് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘടനയുടെ പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കുന്നത് 12 വർഷം മുമ്പാണ്. ആ 12 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച് അന്ന് ആ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗമായിട്ട്, അതായത് ഹസൻ കോയ വിഭാഗം എന്ന പേരിലാണ് നമ്മൾ അറിയുന്നത്. ആ കാലയളവിൽ ഏതാണ്ട് 8-10 വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ നമുക്ക് ഏതാണ്ട് 10-30 യൂണിറ്റുകളോളം ഉണ്ടാകും. ആ യൂണിറ്റുകളിൽ നിന്ന് ഇപ്പോൾ കുറവാണ് വന്നിരിക്കുന്നത്. എന്താണ് കുറവ് എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. സ്വാഭാവികമായും ഈ സംസ്ഥാനത്ത് വ്യാപാര മേഖലയിലുണ്ടായ തളർച്ച, ഉദാഹരണത്തിന് എൻ്റെ സമീപ പ്രദേശത്തുള്ള ഒരു യൂണിറ്റ്, ആ യൂണിറ്റിൽ ഇപ്പോൾ ഒരു സംഘടനയില്ല. രണ്ടാമത് സംഘടനയിൽ അത് തുടർന്നു പോകുന്നതിന് കാര്യക്ഷമതയോട് പ്രവർത്തിക്കാൻ നമ്മുടെ കൂടെ നിന്നവരാണ് അവിടുത്തെ മുഴുവൻ ആളുകളും. വിളക്കോടി യൂണിറ്റ്, ആ വിളക്കോടി യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അതുപോലെ തന്നെയാണ് കൊളക്കാട്, അതുപോലെ തന്നെയാണ് അടയ്ക്കാത്തോട് എന്ന് പറയുന്ന കേളക യൂണിറ്റിൻ്റെ സമീപത്തുള്ള യൂണിറ്റ്. അതിനപ്പുറം നിങ്ങൾ കേളകർക്ക് തന്നെ മനസ്സിലാകുന്ന മറ്റൊരു സ്ഥലമാണ് കേളകത്തിനും കൊട്ടിയൂരിനും ഇടയിലുള്ള മറ്റൊരു യൂണിറ്റ്. ഈ യൂണിറ്റൊക്കെ നിശ്ചലമായി പോയി. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ബന്ധപ്പെടാഞ്ഞിട്ടല്ല, പല കാരണങ്ങളാണ്. പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേതൃത്വം കൊടുത്തവരൊക്കെ സാമ്പത്തിക കെണികളിൽ അകപ്പെട്ടു. ആളുകളുടെ പേര് പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കേളകത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ സംഘടന പുതുതായിട്ട് പുനഃസംഘടിപ്പിച്ച് ഒരു പുതിയ സംഘടനയായിട്ട് വന്നത്. അവിടെ വന്ന അതിന് നേതൃത്വം കൊടുത്തവരെ പറ്റി ഞാൻ കേളകത്തുകാരോട് പറയേണ്ടതില്ലല്ലോ. എന്താണ് അവിടെ ക്ഷയം സംഭവിച്ചത്? സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ മാധ്യം കൊണ്ടല്ല, മറിച്ച് ലീഡർഷിപ്പിലുണ്ടായിട്ടുള്ള പ്രയാസം. ഉദാഹരണമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ഇതിലുണ്ടായിരുന്ന ഒരു മുതിർന്ന നേതാവായിരുന്നു അഹമ്മദ് വരിയാരത്തിൻ്റെ യൂണിറ്റ് ഇപ്പോൾ ഇല്ല. നിലവിൽ അദ്ദേഹത്തെ പോലുള്ള കഴിവുള്ള നേതാവ് അവിടെ പ്രവർത്തിച്ചപ്പോഴാണ് നമ്മുടെ കൂടെ ആളുണ്ടായിരുന്നത്. ഈ സംഘടനയിൽ ആൾ നിലനിൽക്കുന്നത് സംഘടനയുടെ ഗാംഭീര്യം കൊണ്ട് മാത്രമല്ല, വ്യക്തികൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെ പ്രഭാവം കൊണ്ട് നിലനിൽക്കുന്ന ഒരുപാട് യൂണിറ്റുകളുണ്ട്. ആ രീതിയിൽ അത് കൃത്യമായിട്ട് യൂണിറ്റ് ജില്ല മുഖേന സംസ്ഥാനത്തെ ബന്ധപ്പെടാനും അതിനനുസരിച്ചുള്ള തീരുമാനം കിട്ടാനുള്ള സൗകര്യം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും, ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിന് യാതൊരുവിധ സംശയവും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നാളിതുവരെ ചെയ്തു വന്നിട്ടുള്ളതും അതുപോലെ തന്നെയാണ്. ഏതൊന്നും നോക്കിയിട്ടല്ല, കച്ചവടക്കാരുടെ പ്രശ്നമാണെങ്കിൽ അതിനെ ഇടപെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ പ്രവർത്തനക്ഷമമായിരിക്കും. ആ കാര്യത്തിൽ സംശയിക്കേണ്ട. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ക്ഷേമനിധി പെൻഷനെ പറ്റിയിട്ട് പറഞ്ഞു. ക്ഷേമനിധി പെൻഷൻ കിട്ടാനായിട്ട് ഡിലേ വന്നിട്ടുള്ളത് പലർക്കും ഇരട്ട പെൻഷൻ നൽകാത്ത സാഹചര്യത്തിൽ വളരെയധികം പെൻഷനുകൾ തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ഒരു പെൻഷൻ മാത്രമേ കൊടുക്കൂ. വാർദ്ധക്യ പെൻഷൻ 60 വയസ്സിന് വാങ്ങുന്ന ഒരാൾക്ക് ഈ കച്ചവടക്കാരുടെ സംഘടന തലത്തിലുള്ള
വ്യാപാരിയുടെ ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ കിട്ടില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് 2 പെൻഷൻ ഒരു കാലത്ത് ലഭിച്ചിരുന്നവർക്ക് ഇപ്പോഴത്തെ പുതിയ ഇതോട് കൂടിയിട്ട് അത് ലഭിക്കാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് കാലങ്ങളായിട്ട് കിട്ടാത്തത്, ക്ലെയിം കിട്ടാത്തതുണ്ടെങ്കിൽ കൃത്യമായിട്ട് അടച്ചു വന്നിട്ടുള്ള ക്ലെയിം ആണെങ്കിൽ അതിന്റെ കടലാസുകൾ കൃത്യമായിട്ട് യൂണിറ്റിനെ ഏൽപ്പിക്കുക. ഇപ്പൊ പാപ്പിനിശ്ശേരി എന്നുള്ള വ്യാപാരിയാണ് അത് അവതരിപ്പിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പാപ്പിനിശ്ശേരി യൂണിറ്റ് മുഖേന ജില്ലാ കമ്മിറ്റി തരികയാണെങ്കിൽ അതിന്റെ തീരുമാനം 15 ദിവസത്തിനകം എടുപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കെൽപ്പൊക്കെ നമുക്കുണ്ട്. ആ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതെ, നമ്മളൊരു പ്രസിഡന്റിനെ മാത്രമോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി മാത്രമോ വെച്ചാൽ സംഘടന ഓടത്തില്ല. സംഘടന എല്ലാവരും ചേരുമ്പോഴാണ് സംഘടനയാവുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ പല വിഷയങ്ങളും ഞങ്ങൾ കൊല്ലം ജില്ലയിലൊക്കെ എന്തുവേണ്ടി വിഷയങ്ങളാണെന്നറിയോ? ഞങ്ങൾ പല ഫേസ്ബുക്കിലുള്ള ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാം അറിയാൻ പറ്റും. ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൽ ചെറുപ്പക്കാർ, യൂത്ത് വിങ്ങുകാർ, യുവജന വിഭാഗം, അതിന് വനിതാ വിങ് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ സംഘടന പോയാൽ ഒറ്റക്കെട്ടായി എല്ലാവർക്കും ഗുണകരമാകും. അതിന് ഇപ്പം ഞങ്ങൾ SBIയുമായി ചേർന്നിട്ട് 1 കോടി രൂപ ഈടും ജാമ്യം ഇല്ലാതെ സബ്സിഡിയുള്ള ലോൺ കൊടുക്കുന്നുണ്ട്. നൂറിലധികം ആളുകൾക്ക് ഞങ്ങളിപ്പോൾ അവിടെ നൽകി കഴിഞ്ഞു. നമ്മൾ ഇടപെടേണ്ട സമയത്ത് കൃത്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ സബ്സിഡിയുള്ള ലോൺ, അല്ലാതെ പലിശയ്ക്കുള്ള ലോണല്ല. അതിന് അവിടെ പരസ്പര സഹായ പദ്ധതി ഇവിടെ നടത്തുന്നത് പോലെ അത് കൃത്യമായി നടത്തിയാൽ എത്രയോ പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. കോവിഡ് സമയത്ത് വാക്സിൻ നൽകി. അതിന് ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇതേപോലെ ബാധ്യത എല്ലാവരും കിട്ടുന്നു. പക്ഷെ ബാധ്യത വന്നാലേ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിനെ വ്യാപാരികളെ നമ്മൾ ഒറ്റയ്ക്കായിട്ട് വ്യക്തിപരമായിട്ട് നടത്തുന്ന വ്യാപാരം അത് അങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കൂട്ടമായി ചർച്ച ചെയ്ത് വ്യാപാരികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മൾ മാറ്റങ്ങൾ അനിവാര്യമാണ്. വ്യാപാരികൾ ഒന്നിക്കണം, വ്യാപാരത്തിലും ഒന്നിക്കണം. അതന്നെ ഞാൻ എൻ്റെ LKG മുതൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ വ്യാപാരിയായിരുന്നു. LKG എൻ്റെ ആ വ്യാപാരത്തിൻ്റെ അടുത്താണ് ഞാൻ വ്യാപാരം അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്, LKG ചേർത്തത്. അന്ന് പോലെ ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടും ഒക്കെ പ്രവർത്തിച്ചതിലേക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നേരത്തെ നമ്മളെ പ്രിയപ്പെട്ട ഭരണാധികാരി നിജാൻ ബക്ഷി പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ഒരാൾ മാത്രം തീരുമാനിച്ചാൽ ഒരു കാര്യം നടപ്പിലാവില്ല. സംഘടിതമായ ഒരു ശ്രമം വേണം, സംഘടിതമായ ഒരു കാഴ്ചപ്പാട് വേണം, സംഘടിതമായ ഒരു മുന്നേറ്റം വേണം. ആ മുന്നേറ്റത്തിന് അർഹരായ ആളുകളാണ് ഈ സ്റ്റേജിലിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ആരാണ് സംഘടനാ പ്രവർത്തനത്തിൽ പുറകോട്ട് നിൽക്കുന്ന ആളുകൾ? ഇക്കഴിഞ്ഞ 2 വർഷത്തിനകം ഒരുപാട് പ്രതിസന്ധികൾ 2019 ലാസ്റ്റ് 2021 കാലഘട്ടത്തിൽ കോവിഡ് കൊണ്ടുണ്ടായ പ്രതിസന്ധികൾ സംഘടനയും നമ്മളെ വ്യാപാര സ്ഥാപനങ്ങളെയൊക്കെ മുച്ചൂടും നശിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോഴും പിടിച്ചു നിൽക്കാൻ ഈ സംഘടനയെ കൊണ്ടുപോകാൻ ഈ ടീമുകൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന 2 വർഷം കൂടി വലിയ പ്രവർത്തനങ്ങളും വലിയ മുന്നേറ്റങ്ങളും നമുക്കുണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ജനറൽ ബോഡി തിരഞ്ഞെടുത്ത എല്ലാ ഭാരവാഹികളും കരുത്തരായ ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനം എന്നുള്ളത് എൻ്റെ ഒരു വിഷയമേ അല്ല. ഞാൻ പ്രവർത്തിക്കും. ഷിനോജും ഞാനും എന്ന് പറയുന്നത് വളരെ ആത്മബന്ധമുള്ള 2 ആളുകളാണ്. ഷിനോജ് നിങ്ങളെ എവിടെ നോക്കിയാലും, ഷിനോജ് എവിടെ പോയാലും ഞാനുണ്ടാവും, ഞാനുണ്ടെങ്കിൽ ഷിനോജും ഉണ്ടാവും. അതൊരു അന്തർലീനമായ ഒരു ആത്മബന്ധത്തിന്റെ ഒരു ചരിത്രമാണ്. സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ചില ഉപാധികളോട് കൂടിയാണ് ഈ സ്ഥാനം ഏറ്റെടുത്തത്. ആരും അതിനിടയ്ക്ക് ചോദിച്ചു വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള ഒരു നടപടിയുണ്ടോ? അത് വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടോ എന്നുള്ളത് ഈ സംഘടനയുടെ ആദ്യ രൂപത്തിൽ ഹസൻ ഗോയുടെ വർക്കിംഗ് പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് കുറേ കാലം വർക്ക് ചെയ്ത ആളാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ജില്ലയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വർക്കിംഗ് പ്രസിഡന്റ്. നമ്മളുടെ പാത സ്വീകരിച്ചുകൊണ്ട് മറുവിഭാഗത്തിൻ്റെ ആളുകൾ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഇപ്പോൾ ധാരാളമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം മേച്ചേരിയുടെ മണ്ഡലമായ പയ്യന്നൂരിലെ വർക്കിംഗ് പ്രസിഡന്റുമാർ 2 പേരുണ്ട്, ഇടത്തും വലത്തും. പയ്യന്നൂരിലല്ല, പയ്യാവൂർ. അപ്പോൾ അതിപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ പരിമിതികൾ നിലവിലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒഴിവാക്കാൻ പറ്റായിട്ടല്ല കേട്ടോ, ഇവിടെ അതിന് അത്തരത്തിൽ സന്നദ്ധമാകാതെ വന്നപ്പോൾ
ഒരു പ്രസിഡന്റ്, ആ പ്രസിഡന്റ് തൊട്ടുപുറകിൽ പ്രസിഡന്റിന്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താൻ തയ്യാറാകുന്നതിനൊരു ഇതാണ് വരുന്നത്. അതുപോലെ ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 100 ദിവസത്തിനുള്ളിൽ നമ്മൾ എല്ലാ യൂണിറ്റുകളിലും സന്ദർശിച്ചുകൊണ്ട്, ജില്ലാ നേതാക്കന്മാർ യൂണിറ്റുകൾ സന്ദർശിച്ചുകൊണ്ട് യൂണിറ്റുകളെ സജീവമാക്കിക്കൊണ്ട് ശക്തമായ രീതിയിലുള്ള യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ ഊർജിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ട്. അതിനെല്ലാ യൂണിറ്റുകളുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നിജാം ബഷീർ സംസ്ഥാന നേതാവ് പറഞ്ഞതുപോലെ ഒന്നിച്ച് കൂട്ടമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ്മയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സംഘടനാപരമായ രീതിയിൽ വലിയ വളർച്ച നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. ഈ മുന്നോട്ടുള്ള 2 വർഷം കൊണ്ട് കണ്ണൂർ ജില്ലയിൽ ശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. അല്ലെങ്കിൽ 3 ലക്ഷം, ഇപ്പം ഈ സമ്മാനത്തിന് കൂടി 20 ലക്ഷം, 4 ലക്ഷം രൂപയുടെ ബാധ്യത ആണ് നിലവിലുള്ളത്. ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അത് മാത്രമല്ല, 1-2 പരിപാടികളുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ. യൂണിറ്റുകളിൽ നിങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജില്ലയ്ക്ക് ഒരു സമ്മാനം ഈ ബാധ്യത തീർക്കാം എന്ന ലക്ഷ്യത്തോടെ പുതിയ ഒരു 10 യൂണിറ്റ് തുടങ്ങണം. ആ 10 യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി 2 ലക്ഷം രൂപ എങ്കിലും പ്രാഥമികമായ ചെലവുണ്ട്. അതും കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ പറഞ്ഞ 100 ദിവസത്തെ കർമ്മപദ്ധതിയും എല്ലാ യൂണിറ്റുകളിലും വന്ന് ഞങ്ങൾക്ക് വേണ്ട പോലെ ഞാൻ ചെയ്യാം. എന്തായാലും ഈ കണ്ണൂർ ടൗണിൽ ഇതുവരെ ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ണൂരിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് സംശയമാണെങ്കിലും എന്നോട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അവരാദ്യം ഞങ്ങളിതിൽ കൊണ്ടുവന്ന് കണ്ണൂർ ടൗണിൽ ഒരു പഠനീയനെ തന്നെ, കണ്ണൂർ ടൗണിൽ ഏകോപന സമിതിയും മറ്റ് സമിതിയും ഉണ്ടെങ്കിൽ യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്നൊരു സംഘടന കണ്ണൂർ ടൗണിൽ നിങ്ങൾ അടുത്ത തവണ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് വരുമ്പോൾ ഒരുപാട് മുഖങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പരിപാടി രാവിലെ മുതൽ ഇവിടെ തുടങ്ങിയതാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പുലർച്ചെ 4 മണിക്ക് അദ്ദേഹം പുറപ്പെട്ടതാണ്. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ ശരിക്കും ട്രെയിനിന്റെ സമയം നോക്കിയില്ല. പെട്ടെന്നാണ് ഇവിടുന്ന് ഒരു ചർച്ച വീണ്ടും അധികം വരുമ്പോൾ സമയം നോക്കുമ്പോൾ അദ്ദേഹത്തിന് യാത്ര പോലും ചോദിക്കാൻ പറ്റിയില്ല. എന്നോട് പ്രത്യേകം പറഞ്ഞു, എല്ലാവരോടും യാത്ര ചോദിക്കാൻ പറ്റിയില്ല, ഖേദമുണ്ട്, പക്ഷേ ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ല, ട്രെയിനിന്റെ സമയമായി അദ്ദേഹം പോയതാണ്. അതേപോലെ തന്നെ എല്ലാ താലൂക്കുകളിൽ നിന്നും, ഈ പറയുന്ന എല്ലാ ജില്ലകളിൽ നിന്നും, കണ്ണൂർ ജില്ലയിലെ പല താലൂക്കുകളിൽ നിന്നും വന്ന ഒരുപാട് ആൾക്കാർ വളരെ ത്യാഗം ചെയ്യിച്ചു വന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പരിപാടി ഇവിടെ തുടക്കം മുതലേ ഇതിന്റെ ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷൻ ടി എഫ് സെബാസ്റ്റ്യൻ സർ, അതേപോലെ തന്നെ നമ്മുടെ ശിനോജ് നെരുതൂക്കിൽ ശരിക്കും ഒരു പണി എനിക്ക് തന്നതാണോ എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. പക്ഷേ എന്നാലും എനിക്കിപ്പോൾ പറയാനുള്ളത്, നേരത്തെ ആ വരവ് ചെലവ് കണക്ക് പറയുമ്പോഴേ അദ്ദേഹത്തിന് ഭാര്യ മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് രാത്രി നല്ല കോള് വീട്ടിൽ വെച്ചിട്ടുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ചെലവാക്കുന്നത്. എന്തായാലും നമ്മളെ പുതിയ ഈ പറയുന്ന ട്രഷറർ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം സാമ്പത്തിക കാര്യത്തിൽ വളരെ മിടുക്കുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ കടങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അദ്ദേഹം തീർക്കും, അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. വളരെ മിടുക്കുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഏതായാലും എന്റെ ഈ വേദിയിലുള്ള എല്ലാവരെയും ഭക്ഷണത്തിന്റെ സമയമായി ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലെ ബഹുമാനപ്പെട്ട നമ്മളെ ഈ പറയുന്ന ഈ വരണാധികാരി അദ്ദേഹം ഇതേപോലെ തന്നെ കോഴിക്കോട് 15 ദിവസം അദ്ദേഹത്തിന് ഡ്യൂട്ടിയുണ്ട്. അദ്ദേഹം ഏറ്റവും രാവിലെ എത്തിയ അദ്ദേഹമാണ്. 8:45 താണയിലെത്തിയ അദ്ദേഹത്തെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഒരു ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ഒപ്പം ഈ യൂണിറ്റ് നമ്മൾ ഈ MISC നോളജ് സിറ്റി നമുക്ക് തന്ന് നല്ല രീതിയിൽ സഹകരിച്ച, അതേപോലെ തന്നെ പത്രമാധ്യമങ്ങൾ എല്ലാവരെയും, ഇതിന്റെ നമ്മൾ ചായ സൽക്കാരം തന്ന കാറ്ററിംഗിന്റെ ആൾക്കാരെയും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.